ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഏതെല്ലാം പച്ചക്കറികൾ ഏതെല്ലാം മാസം നടാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചീര തന്നെ നമുക്ക് പറയാം. ചീരയില്ലാത്ത വീടുകൾ കാണില്ല. അപ്പോൾ ചീര എല്ലാ മാസവും നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒന്നാണ്, മഴക്കാലം ഒഴിച്ച്. എന്നാൽ മഴക്കാലത്തും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. മഴക്കാലത്ത് കീടങ്ങളുടെ ആക്രമണം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മഴവെള്ളം നേരിട്ട് വീഴുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ചീര ഒടിഞ്ഞു പോവുകയും അങ്ങനെയുള്ള നാശങ്ങൾ വരികയും ചെയ്യും. അതുകൊണ്ടാണ് മഴക്കാലത്ത് ഒഴിവാക്കണം എന്ന് പറയുന്നത്. എന്നിരുന്നാലും നേരിട്ട് മഴവെള്ളം വീഴാത്ത സ്ഥലങ്ങളിലൊക്കെ ചീര കൃഷി ചെയ്യാവുന്നതാണ്. രണ്ടാമതായി പറയാനുള്ളത് വെണ്ടയാണ്. വെണ്ട കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പറയുന്നത് മഴ സമയമാണ്. മഴ സമയത്ത് വെണ്ട നട്ടു കഴിഞ്ഞാൽ വളരെയധികം ഉൽപ്പാദനം കൂടുകയും ഒരുപാട് വെണ്ട നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫെബ്രുവരി, മാർച്ചും ജൂൺ, ജൂലൈ സമയങ്ങളിലും വെണ്ട കൃഷി ചെയ്യാവുന്നതാണ്. വെള്ള സൗകര്യമുള്ളവർക്ക് അല്ലാത്ത സമയവും ചെയ്യാവുന്നതാണ്. എന്നാൽ ഉൽപ്പാദനം കുറയുമെന്ന് മാത്രം. പിന്നെയുള്ളത് പയറാണ്. പയർ നമുക്ക് എപ്പോഴും കൃഷി ചെയ്യാവുന്ന ഒന്നാണ്. പയറിൽ തന്നെ കുറ്റിപ്പയറും വള്ളിപ്പയറുമുണ്ട്. സ്ഥലപരിമിതി ഉള്ളവർക്ക് വള്ളിപ്പയർ ഒഴിവാക്കി കുറ്റിപ്പയർ നടാവുന്നതാണ്. ഗ്രോ ബാഗുകളിൽ കുറ്റിപ്പയർ നട്ട് കഴിഞ്ഞാൽ, ഒരു 10 ഗ്രോ ബാഗിൽ കുറ്റിപ്പയർ നട്ട് കഴിഞ്ഞാൽ എന്നും നമുക്ക് പയർ അടുക്കളത്തോട്ടിൽ നിന്ന് പറിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ തക്കാളി ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെയും സെപ്റ്റംബർ ടു ഡിസംബർ വരെയുമാണ് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നതും നല്ല രീതിയിൽ വളർച്ച കാണിക്കുന്നതും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ തക്കാളി നട്ടു വളർത്താവുന്നതാണ്. അതുപോലെ അടുത്തത് വഴുതനയാണ്. വഴുതന ജനുവരി, ഫെബ്രുവരി മുതൽ മെയ്, ജൂൺ വരെ നടാവുന്നതാണ്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയും വഴുതന കൃഷി നല്ല രീതിയിൽ നടത്താവുന്ന സമയമാണ്. പക്ഷേ നമ്മൾ ഇതൊന്നും നോക്കാതെയാണ് കൃഷി ചെയ്യുന്നത്. ഈ വലിയ ഫാം നടത്തുന്നവരൊക്കെ ഈ മാസങ്ങളിലൊക്കെയാണ് നടുന്നത്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, എപ്പോൾ വേണമെങ്കിലും നടാവുന്നതാണ്. അടുത്തതായിട്ടുള്ളത് മുളകാണ്. മുളക് മെയ് ടു ജൂൺ, സെപ്റ്റംബർ ടു ഒക്ടോബർ, ഈ സമയങ്ങളിലാണ് മുളക് നല്ല രീതിയിൽ ഉണ്ടാകുന്നത്. ഇത് ഒരു കൃഷി കലണ്ടറിലെ രീതിയാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെയുള്ളത് കാബേജാണ്. കാബേജ് നിങ്ങൾക്കറിയാം, ശീതകാല പച്ചക്കറിയാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ മാസങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാബേജ് കൃഷി ചെയ്യാനുള്ള സമയം. ഓഗസ്റ്റിൽ വിത്ത് പാവി മുളപ്പിച്ച് സെപ്റ്റംബർ, ഒക്ടോബറോടുകൂടി നടുകയാണെങ്കിൽ നവംബർ, ഡിസംബർ, ജനുവരിയോടുകൂടി നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ കഴിയുന്ന ഒന്നാണ് കാബേജ്. കാബേജ് പോലെ തന്നെയാണ് കോളിഫ്ലവറും ഈ മാസങ്ങളിലൊക്കെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ക്യാരറ്റും. ഇനി റാഡിഷിനെ കുറിച്ച് നോക്കാം. റാഡിഷ് ജൂൺ മുതൽ ജനുവരി വരെ നമുക്ക് നടാവുന്ന ഒന്നാണ് റാഡിഷ്. കാരണം ആ സമയത്തെ കാലാവസ്ഥയാണ് റാഡിഷിന് ഏറ്റവും നല്ല രീതിയിൽ വളർച്ചയ്ക്കും ഉൽപ്പാദനത്തിനും ഉള്ള സമയം. അതുപോലെ ബീറ്റ്റൂട്ടും ജൂൺ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ നമുക്ക് നടാവുന്നതാണ്. പിന്നെ നമ്മുടെ കാലാവസ്ഥയിൽ കൂടുതലായിട്ട് ആരും നട്ട് കാണുന്നില്ല ഉരുളക്കിഴങ്ങ് നമുക്ക് ജനുവരി മുതൽ ഏപ്രിൽ വരെയും ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയും നടാവുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ്. നമ്മുടെ കർഷകർ ഉരുളക്കിഴങ്ങിനെ ഒഴിവാക്കുന്നത് എന്താണെന്ന് അറിയില്ല. ഉരുളക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് നട്ട് കാണുന്നില്ല. പിന്നെയുള്ളത് പാവലാണ്. പാവൽ ജനുവരി മുതൽ മാർച്ച് വരെയും ജൂൺ മുതൽ ആഗസ്റ്റ് വരെയും നടാവുന്ന ഒന്നാണ് പാവൽ. ഈ സമയങ്ങളിൽ നട്ടാൽ കീടബാധ കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് പടവലവും. ജനുവരി മുതൽ മാർച്ച് വരെയും ജൂൺ മുതൽ ആഗസ്റ്റ് വരെയും നമുക്ക് നടാവുന്ന ഒന്നാണ് പടവലവും. ഇത് കൃഷി കലണ്ടറിൽ പറയുന്ന രീതിയാണെങ്കിലും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും നടാവുന്നതാണ് പച്ചക്കറികളൊക്കെ. ചിലതൊക്കെ ഉൽപ്പാദനം കുറയുകയും അതുപോലെ രോഗബാധ ഉണ്ടാകുമെന്നും മാത്രം. അതൊക്കെ നിയന്ത്രിച്ച് നടുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും എല്ലാ പച്ചക്കറികളും നടാം, ശീതകാല പച്ചക്കറി ഒഴിച്ച്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.